ഓണക്കാലത്ത് കാറ്ററിംഗ് സദ്യയ്ക്ക് ആവശ്യക്കാരേറുന്നു. ഇതോടെ പാർസലായി സദ്യ വിഭവങ്ങൾ എത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങളും തിരക്കിൽ. ഓഫീസുകളും ക്ലബ്ബുകളും സംഘടനകളും മാത്രമല്ല, കുടുംബസമേതം ഓണം ആഘോഷിക്കുന്നവർ പോലും ഓണത്തിന് അടുക്കളയിൽ കഷ്ടപ്പെടുന്നതിന് പരിഹാരമായി കാണുന്നത് കാറ്ററിംഗ് സ്ഥാപനങ്ങളെയാണ്. വർഷത്തിൽ ഏറ്റവും കൂടുതൽ സദ്യ ഓർഡർ ലഭിക്കുന്നത് ഉത്രാടത്തിനും ഓണത്തിനുമാണെന്നും കാറ്ററിംഗ് സർവീസുകാർ പറയുന്നു. ഒരു 10-20 വർഷത്തിന് മുകളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. വേണമെന്ന് പറയുന്നവർക്ക് ചെയ്തു കൊടുത്തു, ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണ്. എല്ലാ അറ്റൻഡ് ചെയ്യും. കല്യാണം കാര്യങ്ങളൊക്കെ നമ്മൾ അതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓണമായിട്ട് ഇതിൻ്റെ തിരക്കിൽ വയ്ക്കലാണ്. ഇതപ്പോൾ തീർച്ചയായും നല്ലതായിട്ട് ബാധിക്കുന്നത്. പക്ഷേ അത് കസ്റ്റമർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. അതിപ്പോൾ അവർക്കും മനസ്സിലാക്കി വരുന്നവർ അതുപോലെ അനുസരിച്ച് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ റേറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട്, നമ്മൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പോകുന്നു, കുഴപ്പമില്ല. ഇല്ല, ഇപ്പം എല്ലാ ആൾക്കാരും കുറച്ച് അത്യാവശ്യം കൂടുതൽ തന്നെയാണ് ഇപ്രാവശ്യം ഓർഡർ. കുഴപ്പമില്ല, കൂടുതലുണ്ട്, കുഴപ്പമില്ല. അഫോർഡബിൾ ആയിട്ടുള്ള ചാർജ് എന്നാണ് ജനങ്ങൾ പറയുന്നത്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. കുഴപ്പമില്ല. പ്രമുഖ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എല്ലാം ബുക്കിംഗ് പൂർത്തിയായി. അത്രയേറെ ഓർഡറുകളാണ് ഓരോ സ്ഥാപനത്തിലും എത്തുന്നത്. ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികൾ എത്തിത്തുടങ്ങി. തുടർന്ന് തിരുവോണ പുലർച്ചെ പച്ചക്കറികളും മറ്റും അടുപ്പിൽ കയറും. പച്ചക്കറി അരിയുന്ന തിരക്കിലായിരിക്കും കേറ്ററിംഗ് സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം ജീവനക്കാരും. ഓഡിറ്റോറിയങ്ങളും മറ്റും വാടകയ്ക്കെടുത്ത് ഓണസദ്യ തയ്യാറാക്കുന്നവരുമുണ്ട്. കറികൾ മാത്രം ലഭിക്കുന്ന സ്റ്റോറുകളും സജീവമാണ്. അങ്കണവാടി മുതൽ കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്വകാര്യ ഓഫീസുകളിലും നടന്ന ഓണാഘോഷ പരിപാടികളിൽ സദ്യ ഒരുക്കിയത് കാറ്ററിംഗ് സ്ഥാപനങ്ങളാണ്. വിഭവങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് ഒരാളുടെ സദ്യയ്ക്ക് തുക ഈടാക്കുന്നത്.